ഞാൻ പറയും കേരള ജനതയോട്, കേരളം എന്ന സംസ്ഥാനത്തോട് കേരള ജനത ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. LDF ഗവൺമെൻറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് മാത്രമല്ല ഞാനീ പറഞ്ഞത്, ഞാനൊരു പാർട്ടിയുടെ അംഗമല്ല. പക്ഷേ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് LDF ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന, കേരളം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പദ്ധതികൾ, അതിൻ്റെ ഫ്യൂച്ചർ ഇനി എന്താവും എന്നുള്ള ഒരൊറ്റ ഒരു സങ്കടം മാത്രമാണ് ഇപ്പോൾ ഈ പറയാനുള്ളത്. നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന K-ഫോൺ പദ്ധതി, അതായത് എല്ലാവർക്കും ഡിജിറ്റലാക്കുക എന്നുള്ള രൂപത്തിൽ കുറഞ്ഞ നിരക്കിൽ നെറ്റ്, അതായത് ഇൻ്റർനെറ്റ് സംവിധാനം കിട്ടുന്ന K-ഫോൺ പദ്ധതി. കൂടാതെ വിഴിഞ്ഞം സീപോർട്ട്, ഏറ്റവും വലിയൊരു ഇതായിരുന്നു വിഴിഞ്ഞം സീപോർട്ട്. നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നൽകാൻ പോകുന്നൊരു സാധനം. പിന്നെ ഇതിലൊക്കെ ഉപരി കുറച്ച് മുന്നേ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, നമ്മളെല്ലാവരും വാഴ്ത്തിയിരുന്നു, കേരള ഗവൺമെൻറ് നമുക്ക് കുറേ സാധനങ്ങൾ തന്നു. അതുപോലെ തന്നെ ഈ ലോകം തന്നെ പ്രശംസിച്ച ഒരു കാര്യമായിരുന്നു COVID-19. ആ സമയത്ത് കേരള ഗവൺമെൻറ് ഓരോ വീടുകളിലേക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട്, മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും, എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്വാറൻറ്റൈൻ ചെയ്ത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ടായിരുന്ന ഒരു ഭരണകൂടം അതായിരുന്നു LDF ആ സമയത്ത്. കൂടാതെ ഉണ്ടായിരുന്നത് നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സ്പീഡ് വേ പദ്ധതിയായ NH-66 ഹൈവേ പദ്ധതി 25% കേരള ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനോട് കൂടിയാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലം മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുങ്കപ്പാതയ്ക്ക് വേണ്ടി അളവെടുക്കാൻ ആരും ഇവിടെ കടന്നു പോകരുതെന്നുള്ള ഒരുപാട് ബോർഡുകൾ ഉണ്ടായിരുന്ന സമയത്ത് ആ സ്ഥലത്താണ് കൂടിയാണ് ഇപ്പം ഈ ഹൈവേ കടന്നു പോകുന്നത്. കൂടാതെ നമുക്കുള്ള പദ്ധതിയായിരുന്നു ഇപ്പം പുതിയതായിട്ട് വരുന്ന ചുരം പദ്ധതി. വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് അവിടേക്ക് പോകുന്നുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരു ചുരം അവിടെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചുരത്തിലൂടെ ഒരു പാത, ഹൈവേ. അത് പിന്നെ ഉണ്ടായിരുന്നതാണ് നമുക്ക് ഉണ്ടായിരുന്ന വിഴിഞ്ഞം സീപോർട്ടിലെ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വലിയൊരു പദ്ധതിയാണത്. അതുപോലെ നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ. പിന്നെ 45,000 സ്കൂളുകൾ ഹൈ ലെവലായി, അതായത് ഹൈടെക് മാതൃകയിലായിട്ട് കുട്ടികൾക്ക് പഠന സൗകര്യം കൂട്ടിക്കൊടുത്തു. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തല്ലോ. ഈ സാധനങ്ങളുടെയൊക്കെ ഭാവി എന്താവും? നിങ്ങളൊന്ന് നോക്കിയേ, ഈ വരാൻ പോകുന്ന ഭരണകൂടത്തിൽ അതിൽ ഒരു മുഖ്യമന്ത്രിയായി ഇരുന്ന് ഇതിനെല്ലാം ഇത്രയും പവർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ ആരാണുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?